ലോകത്തിലെ ഏതൊരു മാരക പാപിക്കും യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി രക്ഷയും പാപമോചനവും നേടാം. ഹല്ലേലൂയ. വിശുദ്ധ പൗസ്തീനയുടെ ഡയറിയിൽ 1059 ഈശോ പൗസ്തീനയോട് പറയുകയാണ്, എന്റെ കരുണയിൽ വലിയ ശരണത്തോടെ ആശ്രയിക്കുവാൻ ആത്മാക്കളെ പ്രോത്സാഹിപ്പിക്കുക. പാപിയും ബലഹീനനുമായ ഒരാത്മാവ് എന്നെ സമീപിക്കാൻ ഭയപ്പെടേണ്ട. അവരുടെ പാപങ്ങൾ ലോകത്തിലെ മുഴുവൻ മണൽത്തരികളെക്കാൾ അധികമാണെങ്കിൽ പോലും എന്റെ കരുണയുടെ ആഴത്തിൽ ആഴ്ന്നു പോകും. ഹല്ലേലൂയ. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട വിശുദ്ധ പൗസ്തീനയിലൂടെ 3 കാര്യമാണ് ലോകത്തിലുള്ള ഓരോ വ്യക്തികളോടും വിളിച്ചു പറയുന്നത്. ഒന്ന്, കർത്താവിന്റെ കരുണയിൽ സമീപിക്കുവാൻ ലോകത്തിലെ ഒരു പാപിയും ഭയപ്പെടേണ്ട എന്നുള്ളതാണ്. കാരണം മനുഷ്യനെ ഭയപ്പെടുത്തുന്നതും മനുഷ്യനെ കുറ്റബോധങ്ങളിലേക്ക് നയിക്കുന്നതും നിരാശയിലേക്ക് നയിക്കുന്നതും മനുഷ്യകുലത്തിന്റെ പാപമാണ്. പാപത്തിൽ നിന്നുളവാകുന്ന കുറ്റബോധമാണ് ഏറ്റവും ഭയാനകമായ അവസ്ഥ. എന്നാൽ ലോകത്തിലുള്ള ഏതൊരു പാപിക്കും ക്രിസ്തുവിലൂടെ പാപമോചനവും രക്ഷയും നേടാം. അതൊരു ഫ്രാൻസിസിനാണെങ്കിലും അതൊരു മുനിയറിനാണെങ്കിലും അതൊരു ഉണ്ണികൃഷ്ണനാണെങ്കിലും ഒരു പാത്തിമയാണെങ്കിലും ഒരു മേരിക്കുട്ടിയാണെങ്കിലും ഒരു ലക്ഷ്മിക്കാണെങ്കിലും യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ സൗജന്യമാണ്. യേശുക്രിസ്തുവിലൂടെയാണ് രക്ഷ വെളിപ്പെട്ടത്. അതുകൊണ്ട് ക്രിസ്തുവിനെ സമീപിക്കാൻ ആരും ഭയപ്പെടേണ്ട. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളിലെ മാരകപാപികളുണ്ടെങ്കിൽ അവരെ യേശുവിന്റെ കരുണയിൽ ആശ്രയിക്കുവാൻ വേണ്ടി അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ വിശ്വസിക്കുന്ന വിശ്വാസികളായ പ്രാർത്ഥിക്കുന്ന പലരും വ്യർത്ഥമായ സംഭാഷണങ്ങളിലൂടെ കടന്നു പോകുന്നത് കണ്ടതുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, അദ്ദേഹം രക്ഷപ്പെടത്തില്ല. അദ്ദേഹത്തിന്റെ സ്വഭാവം ഇങ്ങനെയാണ്. നമ്മള് പാപികളെ വിധിച്ച് തള്ളിക്കളയാണ്. എന്നാൽ ഈശോ പറയുകയാണ് പൗസ്തീനയിലൂടെ, ലോകത്തിലെ ഏതൊരു പാപിയെയും എന്റെ കരുണയിൽ ആശ്രയിക്കുവാൻ നിങ്ങളെ നിരന്തരം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക, അവരെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ആരെയും വിധിക്കുവാൻ നമുക്ക് അവകാശമില്ല. ലോകത്തിലെ ഏതൊരു മദ്യപാനിക്കും, ഏതൊരു കൊലപാതകിക്കും, ഏതൊരു വ്യഭിചാരിക്കും, ഏതൊരു തീവ്രവാദിക്കും, ഏതൊരു പിടിച്ചുപറിക്കാരനും, ഏതൊരു കള്ളനും, ലോകത്താൽ വെറുക്കപ്പെട്ട ഏതൊരു മനുഷ്യനും രക്ഷയും പാപമോചനവും യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴിയാണ്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ ഇപ്പോൾ പാപത്തിന്റെ ഭാരം പേറിക്കൊണ്ട് നിരാശയിൽ ആണുവെങ്കിൽ നീ അവിടെ നിന്ന് എഴുന്നേൽക്കുക. നിന്നെ കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്, പേര് യേശു എന്നാണ്. പന്നിക്കൂട്ടിൽ നിന്നും ധൂർത്തുപുത്രൻ എഴുന്നേറ്റതുപോലെ ശിമിയോന്റെ വീട്ടിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി പാവനിയായ സ്ത്രീ കടന്നു ചെന്നതുപോലെ, കാൽവരിയിൽ നല്ല കള്ളൻ പറുദീസായ്ക്ക് വേണ്ടി കരഞ്ഞതുപോലെ, അനുതാപം നിറഞ്ഞൊരു ഹൃദയത്തോടും എളിമയുള്ളൊരു മനസ്സോടും കൂടി നീ ഈശോയെ സമീപിച്ചു നോക്കിയേ. ഈശോ നിനക്ക് വേണ്ടിയാണ്. നീ ഒരുപക്ഷെ ലോകത്താൽ വെറുക്കപ്പെട്ട വ്യക്തിയായിരിക്കാം, ലോകത്താൽ പുറന്തള്ളപ്പെട്ട വ്യക്തിയായിരിക്കാം. എന്നാൽ നിന്നെ കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ തള്ളിക്കളയാത്ത, പാതി വഴിയിൽ നിന്നെ തനിച്ചാക്കാത്ത ഒരു ദൈവം നിന്നെ കാത്തിരിപ്പുണ്ട്. നിന്റെ തിരിച്ചുവരവിനും വേണ്ടി, നിന്റെ തിരിച്ചുവരവും കാത്ത് നീ ഇപ്പോൾ തന്നെ എഴുന്നേൽക്കുക. ഈശോ നിന്നെ കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ.